കാനഡയിൽ വിദ്യാർത്ഥികൾക്ക് സുവർണാവസരം. വിദേശത്ത് ബിരുദം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കാനഡ. വിദ്യാഭ്യാസ രംഗത്ത് QS ലോക റാങ്കിങ്ങിൽ കാനഡ 5ാം സ്ഥാനത്താണ്. മികച്ച റാങ്കുള്ള ചില സർവകലാശാലകളും കാനഡയിലാണ്. അക്കാദമിക് പ്രകടനത്തിന്റെയും ഉയർന്ന തൊഴിൽ നിരക്കിന്റെയും കാര്യത്തിൽ യൂണിവേഴ്സിറ്റിക്ക് മികച്ച ഡിമാൻഡുമുണ്ട്. കാനഡയിലെ സർവകലാശാലകൾ ടൊറന്റോ യൂണിവേഴ്സിറ്റി, മക്ഗിൽ യൂണിവേഴ്സിറ്റി, മോൺട്രിയൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ, യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട എന്നിവയാണ്. ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യ പ്രധാനമായും ടൊറന്റോ, ക്യൂബക്, ഒട്ടാവോ, വാൻകൂവർ, മോൺട്രിയൽ എന്നിവിടങ്ങളിലാണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള പാർട്ട് ടൈം ജോലി സമയത്തിൽ പുതിയ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാനഡ. സെപ്റ്റംബർ മുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 24 മണിക്കൂർ വരെ മാത്രമേ ക്യാമ്പസിന് പുറത്ത് ജോലി ചെയ്യാൻ സാധിക്കൂ എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. കോവിഡ് കാലത്ത് സമയപരിധി 20 മണിക്കൂറായി താൽക്കാലികമായി നിശ്ചയിച്ചിരുന്നു. ഈ പരിധി അവസാനിക്കാനിരിക്കെയാണ് പുതിയ മാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷം ആദ്യം പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാവുന്ന മണിക്കൂറുകളിലടക്കമാണ് കാനഡ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇക്കാര്യം പൗരത്വ മന്ത്രി മാർക്ക് മില്ലറാണ് സ്ഥിരീകരിച്ചത്. പുതിയ മാറ്റത്തിലൂടെ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്യാമെന്നാണ് മില്ലർ അറിയിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡന്റ് പ്രോഗ്രാമിന്റെ സമഗ്രത ശക്തിപ്പെടുത്തുന്നതിനാണ് ഇത്തരം നീക്കം നടത്തുന്നതെന്ന് മില്ലർ വ്യക്തമാക്കുകയും ചെയ്തു. 80% അന്തർദേശീയ വിദ്യാർത്ഥികളും നിലവിൽ ആഴ്ചയിൽ 20 മണിക്കൂറിലധികം ജോലി ചെയ്യുന്നുണ്ട്. അതേസമയം ആഴ്ചയിൽ 30 മണിക്കൂറിന് മുകളിൽ ജോലി ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ അക്കാദമിക് പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നേരത്തെ 40 മണിക്കൂർ ജോലി ചെയ്യാമെന്നായിരുന്നു വ്യവസ്ഥ. അതേസമയം കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാൻ കാനഡ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കുടിയേറ്റക്കാർ രാജ്യത്ത് വർദ്ധിക്കുന്നുവെന്ന കനേഡിയൻ സമൂഹത്തിന്റെ അഭിപ്രായം മാനിച്ചാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് വർദ്ധിക്കുന്ന കുടിയേറ്റത്തിൽ കാനഡയിലെ പൊതുസമൂഹത്തിന് ആശങ്ക ഉയരുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. 3 വർഷം കൊണ്ട് 14.5 സ്ഥിരതാമസക്കാർക്ക് പെർമിറ്റ് നൽകുന്നതിന്റെ ഭാഗമായി 2024 കാനഡയിൽ കുടിയേറി സ്ഥിരതാമസമാക്കുന്നവരുടെ എണ്ണം 4.85 ലക്ഷമായി നിജപ്പെടുത്തിയിരുന്നു. അടുത്ത വർഷമാകുമ്പോഴേക്കും ഇതിൽ 10% കുറവ് വരുത്തി 3.95 ലക്ഷമാക്കാനാണ് ലക്ഷ്യം. പിന്നീട് 2 വർഷത്തിന് ശേഷം 3.65 ലക്ഷത്തിലേക്ക് എത്തിക്കാനുമാണ് പദ്ധതിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഇന്ത്യ അടക്കം 14 വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയിരുന്ന സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം വിസ പ്രോഗ്രാമും കാനഡ നിർത്തലാക്കിയിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യവും ന്യായവുമായ പ്രവേശനം നൽകുക എന്നത് മുൻനിർത്തിയാണ് SDS നിർത്തലാക്കിയതെന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ ഏതാനും രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം ബാധകമായിരുന്ന SDS പിൻവലിച്ചതോടെ വികസിത രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ബാധകമായ നിബന്ധനകൾ മാത്രമേ ഇനി മുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബാധകമാവൂ എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2018 നടപ്പിലാക്കിയ ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ ട്യൂഷൻ ഫീസ് ഇനത്തിലും ജീവിത ചെലവ് ഇനത്തിലുമായി ഏകദേശം 25 ലക്ഷത്തോളം രൂപ മുൻകൂറായി അടയ്ക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ പുതിയ നയം വന്നതോടെ വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ എല്ലാ വിദേശ വിദ്യാർത്ഥികളെയും പോലെ ഒരു സെമസ്റ്ററിന്റെ മാത്രം ഫീസ് മുൻകൂറായി അടച്ചാൽ മതിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റ് ചെലവുകൾ സ്പോൺസർഷിപ്പ് ലെറ്റർ, ലോൺ ലെറ്റർ എന്നിവ സമർപ്പിച്ചാൽ മതി. സാമ്പത്തികമായി ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മികച്ച ജോലി സാധ്യതയുള്ള കോഴ്സുകൾക്കാണ് കാനഡ മുൻഗണന നൽകുന്നത്. ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനായി കാനഡയിൽ എത്തുന്ന രീതിയിൽ അവർ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായാണ് കാനഡ ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.